ഇൻസ്റ്റാൾ IDU ആൻഡ് ഡക്ട് ഓഫ് ഡക്റ്റബിൾ സ്പ്ലിറ്റ് AC. ഹലോ, എൻ്റെ പേര് ഷീന. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും ആവേശഭരിതരാണെന്ന് ഞാൻ കരുതുന്നു. ഈ മോഡ്യൂളിൽ ഡക്റ്റബിൾ സ്പ്ലിറ്റ് ACയുടെ IDയും ഡക്റ്റും ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഈ വ്യായാമത്തിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും മോട്ടോർ കപ്പാസിറ്ററും വയറിംഗ് ഉപകരണങ്ങളും പരിശോധിക്കുക, PCB അല്ലെങ്കിൽ ബോർഡ് പോലുള്ള ഇലക്ട്രിക്കൽ ഘടകങ്ങൾ പരിശോധിക്കുക, ബോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഘടകങ്ങളും പരിശോധിക്കുകയും നിർദ്ദേശിക്കുന്ന വയറിന്റെ നീളവും വലുപ്പവും അറിയുകയും ചെയ്യുക. ഡക്റ്റബിൾ സ്പ്ലിറ്റ് ACയുടെ ഇൻഡോർ യൂണിറ്റും ഡക്റ്റും സ്ഥാപിക്കുകയും അതിന്റെ പ്രകടനം പരിശോധിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഈ വ്യായാമം ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളും മെറ്റീരിയലുകൾ, ടൂൾസ് എന്നിവ നോക്കാം. ആവശ്യമായ ടൂളുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ: സ്ക്രൂ ഡ്രൈവർ ഒരു സെറ്റ്, ടെസ്റ്റർ ഒരെണ്ണം, കട്ടിംഗ് പ്ലെയർ ഒരെണ്ണം, നോസ് പ്ലെയർ ഒരെണ്ണം, വയർ സ്ട്രിപ്പർ ഒരെണ്ണം, സ്പാനറുകൾ DE 12 mm, 13 mm, 14 mm, 15 mm ഒരു സെറ്റ്, സ്ക്രൂ സ്പാനർ ഒരെണ്ണം, വയർ ക്രിമ്പിൾ ഒരു സെറ്റ്, സോൾഡറിംഗ് ഉപകരണങ്ങൾ ഒരെണ്ണം, ഡ്രില്ലിംഗ് മെഷീൻ ഒരെണ്ണം. ആവശ്യമായ ഉപകരണങ്ങൾ: ഡക്റ്റബിൾ സ്പ്ലിറ്റ് AC സിസ്റ്റം ഒരെണ്ണം. ആവശ്യമായ മെറ്റീരിയലുകൾ: വയറുകൾ അനുബന്ധ നിറങ്ങളോടെ ഓരോ നിറത്തിനും 5 മീറ്റർ ആവശ്യാനുസരണം, ഇൻസുലേറ്റിംഗ് ടേപ്പ് ഒരു റോൾ, കപ്പാസിറ്ററുകൾ ആവശ്യാനുസരണം, PCB ബോർഡ് ഒരെണ്ണം, ടെർമിനൽ ക്ലിപ്പുകൾ ഒരെണ്ണം, ഒരു മെഗർ എർത്ത് ടെസ്റ്റർ ഒരെണ്ണം. ടാസ്ക് 1: ഇൻസുലേഷൻ പ്രതിരോധം വിലയിരുത്തൽ. ഇൻസുലേഷന്റെ അവസ്ഥ നിർണ്ണയിക്കാൻ ഒരു പ്രധാന പാരാമീറ്റർ അതിന്റെ പ്രതിരോധമാണ്. ഒരു ഇൻസുലേഷൻ അതിന്റെ പ്രതിരോധം 1 മെഗാ ഓം കവിയുന്നുവെങ്കിൽ അത് തൃപ്തികരമാണെന്ന് കണക്കാക്കുന്നു. പവർ സപ്ലൈ വയറുകൾ പരിശോധിക്കുമ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റിന്റെ ലീഡ് ക്ലിപ്പ് ഉപയോഗിച്ച് ഗ്രൗണ്ട് വയർ ഉറപ്പിച്ചുകൊണ്ട് ആരംഭിക്കുക. ഏതെങ്കിലും വൈദ്യുതി വയറുകളിൽ ഒരു പ്രോബ് സ്ഥാപിച്ച് പ്രതിരോധം അളക്കാൻ തുടരുക. ഇതിനെ തുടർന്ന് ഗ്രൗണ്ട് വയറും മറ്റ് പവർ വയറും തമ്മിലുള്ള പ്രതിരോധം അളക്കുക. ഔട്ട്ഡോർ യൂണിറ്റുകൾക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്ററിന്റെ ലീഡ് ക്ലിപ്പ് യൂണിറ്റിന്റെ ഒരു ലോഹ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യുക. തുടർന്ന് ടെർമിനൽ പ്ലേറ്റിൽ വൈദ്യുതി വിതരണ ലൈനുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ഓരോ ടെർമിനൽ സ്ക്രൂയിലും ഒരു പ്രോബ് സ്ഥാപിച്ച് പ്രതിരോധം അളക്കുക. വൈദ്യുത ഘടകങ്ങളുടെ ഇൻസുലേഷൻ പ്രതിരോധത്തെ വിലയിരുത്തുമ്പോൾ ടെർമിനൽ പ്ലേറ്റിൽ നിന്നോ കപ്പാസിറ്ററിൽ നിന്നോ ലെഡ് വയറുകൾ വിച്ഛേദിച്ചുകൊണ്ട് ആരംഭിക്കുക. അതുപോലെ തന്നെ കണക്ടർ വേർപെടുത്തുക. തുടർന്ന് ഇൻസുലേഷൻ പ്രതിരോധം അളക്കാൻ തുടങ്ങുക. ഇടുങ്ങിയ പോളുകൾ കാരണം പ്രോബിന് ധ്രുവങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നേർത്ത പിന്നുള്ള ഒരു അന്വേഷണം തിരഞ്ഞെടുക്കുക. ടാസ്ക് 2: കപ്പാസിറ്ററിന്റെ പരിശോധന. കപ്പാസിറ്റർ വിലയിരുത്തുന്നതിന് ആദ്യം കപ്പാസിറ്റർ ടെർമിനലുകളിൽ നിന്ന് ലീഡ് വയറുകൾ നീക്കം ചെയ്യുക. തുടർന്ന് കാണിച്ചിരിക്കുന്നത് പോലെ കപ്പാസിറ്റർ ടെർമിനലുകളിൽ ഒരു പ്രോബ് സ്ഥാപിക്കുക. പോയിന്റിന്റെ വ്യതിചലനം നിരീക്ഷിക്കുക. മൾട്ടിമീറ്ററിന്റെ റെസിസ്റ്റൻസ് അളക്കുന്ന ശ്രേണി അതിന്റെ പരമാവധി മൂല്യത്തിലേക്ക് സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പോയിന്റർ അതിന്റെ പ്രാരംഭ സ്ഥാനത്തേക്ക് ക്രമേണ മടങ്ങുന്നതിന് മുമ്പ് കാര്യമായ ബൗൺസ് കാണിക്കുന്നുവെങ്കിൽ ഒരു കപ്പാസിറ്റർ നല്ലത് ആയി കണക്കാക്കപ്പെടുന്നു. കപ്പാസിറ്ററിന്റെ ശേഷിയെ ആശ്രയിച്ച് വ്യതിചലനത്തിന്റെ വ്യാപ്തിയും ദൈർഘ്യവും വ്യത്യാസപ്പെടുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ടാസ്ക് 3: വയറിംഗ് നിർദ്ദേശങ്ങളും മുൻകരുതലുകളും. പവർ സപ്ലൈ സിസ്റ്റങ്ങൾക്കായി ശുപാർശ ചെയ്യുന്ന വയർ നീളവും വ്യാസവും ചുവടെയുള്ള പട്ടികപ്പെടുത്തുന്നു. വയറിംഗുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് കാണിച്ചിരിക്കുന്നത് പോലെ യൂണിറ്റിന്റെ നെയിം പ്ലേറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന റേറ്റ് ചെയ്ത വോൾട്ടേജ് എപ്പോഴും പരിശോധിക്കുക. ഓരോ യൂണിറ്റിനും ഒരു പ്രത്യേക പവർ ഔട്ട്ലെറ്റ് അനുവദിക്കണം. അതിൽ പവർ സപ്ലൈ ഡിസ്കണക്റ്റും ഓവർ കറന്റിനെതിരെ പരിരക്ഷിക്കുന്നതിന് ഒരു സർക്യൂട്ട് ബ്രേക്കറും സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ ഇൻസുലേഷൻ പരാജയം മൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് യൂണിറ്റിന്റെ ശരിയായ ഗ്രൗണ്ടിംഗ് അത്യന്താപേക്ഷിതമാണ്. വയറുകൾ ബന്ധിപ്പിക്കുമ്പോൾ അവ ദൃഢമായി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. വയറുകളും റെഫ്രിജറന്റ് ട്യൂബുകളും കംപ്രസറുകളും അല്ലെങ്കിൽ ഫാൻ മോട്ടോറുകളുടെ ഏതെങ്കിലും ചലിക്കുന്ന ഭാഗങ്ങളും തമ്മിൽ സമ്പർക്കം പുലർത്തുന്നത് തടയാൻ മുൻകരുതലുകൾ എടുക്കുക. സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ഈ മുൻകരുതലുകൾ അത്യാവശ്യമാണ്. ദേശീയവും പ്രാദേശികവുമായ ആവശ്യകതകൾ അനുസരിച്ച് വയർ വ്യാസത്തെക്കുറിച്ചുള്ള നിയന്ത്രണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു.
ഫീൽഡ് വയറിംഗ് നിയന്ത്രണങ്ങൾക്കായി ആരംഭിക്കുന്നതിന് മുമ്പ് ദയവായി പ്രാദേശിക ഇലക്ട്രിക്കൽ കോഡുകൾ പരിശോധിക്കുക. നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ നിയന്ത്രണങ്ങൾ ശ്രദ്ധാപൂർവ്വം പിന്തുടരുക. മുന്നറിയിപ്പ്: എല്ലാ വയറിംഗ്, റെഫ്രിജറന്റ് ട്യൂബിംഗ് കണക്ഷനുകളും പൂർത്തിയാക്കി പരിശോധിക്കുന്നതുവരെ സിസ്റ്റത്തിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യരുത്. പരിചയസമ്പന്നനും യോഗ്യതയുള്ളതുമായ ഒരു ഇലക്ട്രീഷ്യൻ മാത്രമേ വയറിംഗ് നടത്താവൂ. ഈ ഉപകരണം ഗ്രൗണ്ട് ചെയ്തിരിക്കണം. ഫ്രിഡ്ജ് സിസ്റ്റം എയർ കണ്ടീഷണറുകൾ ഇൻഡോർ ഔട്ട്ഡോർ ഘടകങ്ങൾ അടങ്ങുന്ന ഡക്റ്റഡ് യൂണിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. ഡക്റ്റഡ് സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവ സാധാരണയായി ഒരു മുറിയിൽ മാത്രമേ സേവനം നൽകൂ. മുഴുവൻ പ്രോപ്പർട്ടി കാലാവസ്ഥാ നിയന്ത്രണത്തിനായി ഒന്നിലധികം യൂണിറ്റുകൾ ആവശ്യമാണ്. മറുവശത്ത് സീലിംഗിലെ മറഞ്ഞിരിക്കുന്ന നാളങ്ങളിലൂടെ വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രീകൃത സംവിധാനമാണ് ഡക്റ്റഡ് എയർ കണ്ടീഷനിങ്ങിൽ ഉൾപ്പെടുന്നത്. ദൃശ്യമായ എയർ സപ്ലൈ ഗ്രില്ലുകൾ മാത്രം ഉപയോഗിച്ച് സൗന്ദര്യാത്മക സമഗ്രത നിലനിർത്തുന്നു. പ്രോഗ്രാമബിൾ ഗ്രില്ലുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ദ്രുതഗതിയിലുള്ള ചൂടാക്കൽ അല്ലെങ്കിൽ തണുപ്പിക്കൽ, സ്ഥിരമായ വായു വിതരണം, സൗന്ദര്യാത്മക സംയോജനം, താപനില നിയന്ത്രണം, തുടർച്ചയായ വായു സഞ്ചാരം, ക്ഷീണം കുറയ്ക്കൽ, ഈർപ്പം നിയന്ത്രിക്കൽ തുടങ്ങിയ ഗുണങ്ങൾ ഡക്റ്റഡ് സിസ്റ്റങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇൻസ്റ്റാളേഷൻ. മുന്നറിയിപ്പ്: അൺപാക്കിംഗ് ചെയ്യുമ്പോഴോ ശേഷമോ യൂണിറ്റ് നീക്കുമ്പോൾ അതിൻ്റെ കൊളുത്തുകൾ പിടിച്ച് ഉയർത്തുന്നത് ഉറപ്പാക്കുക. മറ്റു ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് റെഫ്രിജറന്റ് പൈപ്പിംഗ്, ഡ്രെയിൻ പൈപ്പിംഗ്, ഫ്ലേജ് ഭാഗങ്ങൾ എന്നിവയിൽ മർദ്ദം ചെലുത്തരുത്. സസ്പെൻഷൻ ബോൾട്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷനായി സീലിംഗിൽ ആവശ്യമുള്ള സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ദ്വാരങ്ങൾ തുറന്ന് ബോൾട്ട് ആങ്കറുകൾ ഇൻസേർട്ട് ചെയ്യുക. നിലവിലുള്ള സീലിംഗുകൾക്ക് ഒരു ഹോൾ ഇൻ ആങ്കർ അല്ലെങ്കിൽ സൺകെൻ ഇൻസേർട്ട് ഉപയോഗിക്കുക. യൂണിറ്റിന്റെ ഭാരം താങ്ങാൻ കഴിയുന്ന തരത്തിൽ സീലിംഗ് ശക്തമാണെന്ന് ഉറപ്പിക്കുകയും ഓരോ സസ്പെൻഷൻ ബോൾട്ടിന്റെയും ശക്തി പരിശോധിക്കുകയും ചെയ്യുക. ആവശ്യമെങ്കിൽ സീലിംഗ് ഫ്രെയിം ശക്തിപ്പെടുത്തുക. ഇൻഡോർ യൂണിറ്റ് തൂക്കിയിടുന്നതിനുള്ള ഇടം സൃഷ്ടിക്കാൻ ഓരോ സസ്പെൻഷൻ ബോൾട്ടിലും ഇരട്ട നട്ട് സ്ക്രൂ ചെയ്യുക. ഇരട്ട നട്ട്സുകൾക്കിടയിലുള്ള സസ്പെൻഷൻ ബോൾട്ടുകളിൽ ഇൻഡോർ യൂണിറ്റ് തൂക്കിയിടുക. തുടർന്ന് നട്ട് സ്ക്രൂ ചെയ്ത് സുരക്ഷിതമാക്കുക. 4 വശത്തും ഒരു ലെവൽ വയർ ഉപയോഗിച്ച് യൂണിറ്റിന്റെ ലെവൽ ക്രമീകരിക്കുക. ഡ്രെയിനേജ് പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഡ്രെയിൻ ഹോസ് കണക്ഷൻ പോർട്ടിന്റെ കവർ നീക്കം ചെയ്യുക. ഡ്രെയിൻ ഹോസ് പോർട്ടിലേക്ക് ഫ്ലെക്സിബിൾ ഹോസ് തിരുകുക. പൈപ്പ് ക്ലാമ്പ് ഉപയോഗിച്ച് ഇൻഡോർ യൂണിറ്റ് സുരക്ഷിതമാക്കുക. PVC പശ ഉപയോഗിച്ച് PVC വാട്ടർ പൈപ്പിലേക്ക് ഫ്ലെക്സിബിൾ ഹോസ് സുരക്ഷിതമാക്കുകയും ഇൻസുലേഷൻ മെറ്റീരിയൽ ഉപയോഗിച്ച് ഡ്രെയിൻ ഹോസ് പൊതിയുകയും ചെയ്യുക. ഡ്രെയിൻ പമ്പ് ഇല്ലാതെ യൂണിറ്റുകൾക്ക് 1/100 അല്ലെങ്കിൽ അതിലധികമോ ചെരിവുള്ള ഹൊറിസോണ്ടൽ ഡ്രെയിൻ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് 1.0 അപ്രോക്സിമേറ്റ്ലി 1.5 മീറ്റർ അകലത്തിലുള്ള ഹാങ്ങറുകൾ ഉപയോഗിച്ച് അത് ശരിയാക്കുക. ദുർഗന്ധം തടയാനും വെള്ളം താഴേക്ക് ഒഴുകുന്നത് ഉറപ്പാക്കാനും അവസാനം ഒരു യു ട്രാപ്പ് സ്ഥാപിക്കുക. ഒരു ഡ്രെയിൻ പമ്പുള്ള യൂണിറ്റുകൾക്ക് ഫ്ലെക്സിബിൾ ഹോസിൽ നിന്ന് 200 മില്ലിമീറ്ററിനുള്ളിൽ ഡ്രെയിൻ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് സമാനമായ ചെരിവുള്ള ഒരു ഹൊറിസോണ്ടൽ ഡ്രെയിൻ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് 1.0 മുതൽ 1.5 മീറ്റർ അകലത്തിലുള്ള ഹാങ്ങറുകൾ ഉപയോഗിച്ച് ഇത് ശരിയാക്കുക. ഇൻഡോർ യൂണിറ്റിലേക്ക് വെള്ളം ഒഴുകുന്നത് തടയാൻ ഫ്ലെക്സിബിൾ ഹോസ് മുകളിലേക്കുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുക. ശരിയായ പ്രവർത്തനവും ചോർച്ചയും ഇല്ലെന്ന് ഉറപ്പാക്കാൻ ഒരു ഡ്രെയിനേജ് പരിശോധന നടത്തുക. ഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യൽ. ഇൻഡോർ യൂണിറ്റിലേക്ക് നേരിട്ട് ലോഡ് ചെയ്യുന്നതിന് പകരം കണക്റ്റിംഗ് ഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഹാങ്ങർ റോഡ്സ് ഉപയോഗിക്കുക. വൈബ്രേഷൻ തടയാൻ തീപിടിക്കാത്ത ക്യാൻവാസ് ടൈ ഇൻ ഉപയോഗിക്കുക. 12,000 BTU/H കൂളിംഗ് കപ്പാസിറ്റിയിൽ കൂടാത്ത ഡക്റ്റഡ് സിസ്റ്റങ്ങൾക്ക് അനുവദനീയമായ പരമാവധി ഡിസ്ചാർജ് ഡക്റ്റിന്റെ നീളം 1 മീറ്ററിൽ താഴെയാണ്. ബാഹ്യപ്രതിരോധം വളരെ ഉയർന്നതാണെങ്കിൽ ഫാനിന്റെ വേഗത അതിനനുസരിച്ച് ക്രമീകരിക്കാൻ യോഗ്യതയുള്ള ഒരു എഞ്ചിനീയറെ സമീപിക്കുക. ഡക്റ്റും ഇൻടേക്ക് ഔട്ട്ലെറ്റ് ഫ്ലേഞ്ച് അറ്റാച്ച് ചെയ്യുക. അവയെ പ്രധാന യൂണിറ്റിലേക്ക് സ്ക്രൂകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. ഒപ്റ്റിമൽ പെർഫോമൻസിനായി എയർ ഇൻലെറ്റും ഔട്ട്ലെറ്റും മതിയായ അകലത്തിലാണെന്ന് ഉറപ്പാക്കുക. ഘനീഭവിക്കുന്നത് തടയാൻ നാളത്തിന്റെ ഇൻടേക്ക് ഭാഗത്ത് ഒരു എയർ ഫിൽട്ടർ ഘടിപ്പിച്ച് നാളത്തെ ഇൻസുലേറ്റ് ചെയ്യുക. അനുയോജ്യമായ ഡക്റ്റ് വലിപ്പം തിരഞ്ഞെടുക്കാൻ ഫാൻ പെർഫോമൻസ് കർവ് കാണുക. എയർ വെന്റിലേഷൻ ദിശ മാറ്റുക. ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾക്ക് പിന്നിൽ നിന്ന് എയർ ഇൻടേക്കുകൾ താഴെയുള്ള ഈ പ്രക്രിയയെ തുടർന്ന് സൈറ്റിലെ എയർ ഇൻടേക്ക് ദിശ പിൻവശത്ത് നിന്ന് താഴെ വശത്തേക്ക് മാറ്റാവുന്നതാണ്. 2 സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലേഞ്ചിൽ നിന്ന് എയർ ഫിൽറ്റർ പുറത്തെടുക്കുക. അടുത്തതായി പിന്നിൽ നിന്ന് ഫ്ലേഞ്ച് നീക്കം ചെയ്യുക. താഴെ നിന്ന് വെന്റിലേഷൻ പാനൽ നീക്കം ചെയ്തതിനു ശേഷം ഡയഗ്രാമിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ നിയുക്ത സ്ഥലത്ത് സീൽ സ്പോഞ്ച് ഉപയോഗിക്കുക. അതിനുശേഷം
മുമ്പ് നീക്കം ചെയ്ത ഫ്ലേഞ്ച് അടിയിൽ വീണ്ടും ഘടിപ്പിച്ച് പിന്നിലെ വെന്റിലേഷൻ പാനൽ തിരികെ വയ്ക്കുക. ഡയഗ്രാമിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഫ്ലേഞ്ചിൽ എയർ ഫിൽട്ടർ ശരിയാക്കുക. ശുദ്ധവായു ഡക്റ്റ് സ്ഥാപിക്കുക. എല്ലാ ഇൻഡോർ യൂണിറ്റുകൾക്കും ശുദ്ധവായു പൈപ്പിൽ ചേരുന്നതിന് ദ്വാരം ഇട്ടുവെക്കുക. ദ്വാരത്തിന്റെ വലിപ്പം ഇപ്രകാരമാണ്. ഔട്ട്ഡോർ യൂണിറ്റ്. ഔട്ട്ഡോർ യൂണിറ്റിനായി ഇൻസ്റ്റലേഷൻ സൈറ്റ് തിരഞ്ഞെടുക്കുന്നു. മഴയിൽ നിന്ന് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്ന സ്ഥലത്ത് ഔട്ട്ഡോർ യൂണിറ്റ് സ്ഥാപിക്കുക. ഇതിന് ധാരാളം വെന്റിലേഷൻ ഉണ്ടെന്നും എയർ ഇൻലെറ്റിനും ഔട്ട്ലെറ്റിനും സമീപത്തുള്ള തടസ്സങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും ഉറപ്പാക്കുക. പ്രവർത്തന ശബ്ദമോ വൈബ്രേഷനോ വർദ്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക. പുറന്തള്ളുന്ന വെള്ളത്തിന് ഡ്രെയിനേജ് പ്രശ്നമാക്കാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന് ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഭാരം താങ്ങാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. വ്യക്തമാക്കിയിട്ടുള്ള മതിയായ ക്ലിയറൻസുകൾ നൽകുക. ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റുകൾ തമ്മിലുള്ള അകലം അനുവദനീയമായ പരിധിക്കുള്ളിൽ വരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. മഞ്ഞ് വീഴ്ചയുള്ള പ്രദേശങ്ങളിൽ യൂണിറ്റ് മഞ്ഞ് മൂടിയേക്കാവുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക. മഞ്ഞ് അടിഞ്ഞുകൂടുന്നതും തടഞ്ഞു നിർത്തിയ വായു ഉപഭോഗവും തടയുന്നതിന് ഫീൽഡ് സപ്ലൈഡ് ഐസ് അല്ലെങ്കിൽ സ്റ്റാൻഡ് വിൻഡ് ബഫിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പരിഗണിക്കുക. കാറ്റുള്ള പ്രദേശങ്ങളിൽ അധിക സംരക്ഷണത്തിനായി ഒരു കാറ്റ് ബഫിൽ ഉപയോഗിക്കുന്നത് പരിഗണിക്കുക. ഔട്ട്ഡോർ യൂണിറ്റിനായി നിർദ്ദിഷ്ട മൗണ്ടിംഗ് അളവുകൾ പിന്തുടരുക. ഔട്ട്ഡോർ യൂണിറ്റ് മൗണ്ടിംഗ് അളവ്. സ്ഥലത്തിന്റെ ആവശ്യകതയും ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഇൻസ്റ്റാളേഷന് മുമ്പ് സാധാരണമായ ശബ്ദങ്ങൾ തടയുന്നതിന് അടിത്തറയുടെ ശക്തിയും നിലയും പരിശോധിക്കുക. തകർന്നു വീഴുന്നത് തടയാൻ ആങ്കർ ബോൾട്ടുകൾ M10 ഉപയോഗിച്ച് അടിത്തറ സുരക്ഷിതമായി ഉറപ്പിക്കുക. ഔട്ട്ഡോർ യൂണിറ്റിന്റെ താഴത്തെ പ്ലേറ്റുമായി സമ്പർക്കം പുലർത്തുന്ന ഫിക്സിംഗ് ലെഗിന്റെ താഴത്തെ ഉപരിതലത്തെ നേരിട്ട് പിന്തുണയ്ക്കാൻ ഒരു ഫൗണ്ടേഷനും വൈബ്രേഷൻ പ്രൂഫ് റബ്ബറുകൾ ഉപയോഗിക്കുക. ഔട്ട്ഡോർ യൂണിറ്റിലുള്ള ഡ്രെയിൻ പൈപ്പിന്റെ ഇൻസ്റ്റാളേഷൻ. ഒരു എക്സ്റ്റൻഷൻ ഡ്രെയിൻ ഹോസ് ഉപയോഗിച്ച് ഡ്രെയിൻ ഔട്ട്ലെറ്റ് ബന്ധിപ്പിക്കുക. ഡ്രെയിൻ ഔട്ട്ലെറ്റിൽ ഗ്യാസ്കറ്റ് വയ്ക്കുക. ഔട്ട്ഡോർ യൂണിറ്റിന്റെ അടിസ്ഥാന പാൻ ഹോളിലേക്ക് ഡ്രെയിൻ ഔട്ട്ലെറ്റ് തിരുകുക. സുരക്ഷിതമായ അസംബ്ലിക്കായി 90 ഡിഗ്രി തിരിക്കുക. പൈപ്പിംഗ് വയറിംഗ് ജോലികൾ പൂർത്തിയാക്കുക. ഒരു ലീക്ക് ടെസ്റ്റ് നടത്തുക. തുടർന്ന് ശരിയായ പ്രവർത്തനം ഉറപ്പാക്കാൻ യൂണിറ്റ് ഓണാക്കുക. അന്തിമ പ്രവർത്തന പരിശോധന. റിമോട്ട് കൺട്രോളർ അല്ലെങ്കിൽ മാനുവൽ ബട്ടൺ ഉപയോഗിച്ച് കൂളിംഗ് മോഡിൽ എയർ കണ്ടീഷനിംഗ് ഓണാക്കുക. ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റുകളുടെ പ്രവർത്തന നില വിലയിരുത്തുക. ഇതിനനുസരിച്ച് ഉയർന്നു വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഔട്ട്ഡോർ യൂണിറ്റ്. പ്രവർത്തന സമയത്ത് വൈബ്രേഷനുകൾ അല്ലെങ്കിൽ സാധാരണമായ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. എയർ കണ്ടീഷനിൽ നിന്നുള്ള കാറ്റ്, ശബ്ദം അല്ലെങ്കിൽ ഘനീഭവിക്കൽ എന്നിവ അയൽപക്കത്ത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. റെഫ്രിജറന്റ് ചോർച്ചയുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ നോക്കുക. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചു മോട്ടോർ കപ്പാസിറ്ററും വയറിംഗ് ഉപകരണങ്ങളും പരിശോധിക്കാൻ, PCB അല്ലെങ്കിൽ ബോർഡ് പോലുള്ള ഇലക്ട്രിക്കൽ ഘടകങ്ങൾ പരിശോധിക്കുക. ബോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഘടകങ്ങളും പരിശോധിക്കുകയും ശുപാർശ ചെയ്യുന്ന വയർ നീളവും വലുപ്പവും അറിയുകയും ചെയ്യുക. ഡക്റ്റബിൾ സ്പ്ലിറ്റേസിയുടെ ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റും ഡക്റ്റും സ്ഥാപിക്കുകയും അതിന്റെ പ്രകടനം പരിശോധിക്കുകയും ചെയ്യുക. അങ്ങനെ ഡക്റ്റബിൾ സ്പ്ലിറ്റേസിയുടെ യൂണിറ്റുകളും ഡക്റ്റും ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ പഠിച്ചു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ വ്യായാമം ചെയ്യുക. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.